السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد. ബഹുമാനം നിറഞ്ഞ സയ്യിദ് അവറുകൾ, മറ്റു മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്ന വിഷയത്തിൽ നമുക്ക് വലിയ ഒരു മാതൃകയും ഒരു വഴികാട്ടിയുമായിരുന്നു സുൽത്താനുന വ സുൽത്താനുൽ ഹിന്ദ്, ഗരീബുന വ ഗരീബ നവാസ്, അതാഉ റസൂൽ, ഗൗസുൽ ആലം, ഖുതുബുൽ അഖ്താബ്, അശ്ശൈഖ് മുഈനുദ്ദീൻ അൽ ജിസ്സി അൽ അജ്മീരി അസ്സഞ്ചരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകൾ ചെറുപ്രായത്തിൽ തന്നെ ആത്മീയ വഴിയിൽ അത്ഭുതം തെളിയിച്ച മഹാനാണ് ഖാജ മുഈനുദ്ദീൻ തങ്ങളുപ്പാപ്പ. ഇന്ത്യക്കാരാകുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നാം ഖാജ തങ്ങളുപ്പാപ്പയുടെ മുഹിബ്ബാവുക എന്നുള്ളത് തന്നെ വലിയ ഭാഗ്യമാണ്. കാരണം ഇന്ത്യയിലേക്ക് നമുക്ക് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞയച്ചു തന്ന ഒരു വലിയ നിധിയാണ് ഖാജ തങ്ങളുപ്പാപ്പ. മുത്തുനബി തങ്ങൾ വഫാത്തായിട്ട് 500 വർഷങ്ങൾക്ക് ശേഷം അവിടുത്തെ പ്രഖ്യാപനമാണ് ഖാജ തങ്ങളുപ്പാപ്പയുടെ വരവും. ഇന്നും എല്ലാ ആലിമീങ്ങളും എല്ലാ ഔലിയാക്കന്മാരും ഒരുപോലെ അംഗീകരിക്കുന്നു. ഖാജ തങ്ങളുപ്പാപ്പയുടെ വരവ് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിർദ്ദേശപ്രകാരമാണ്. നിങ്ങൾ നോക്ക്, എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് ആ നിർദ്ദേശം വരുന്നത്. ആ മദീന മുനവ്വറയിൽ നിന്നും അവിടുന്ന് പറഞ്ഞ അല്ലെങ്കിൽ വിളിച്ച, അവിടുന്ന് കൊടുത്ത സ്ഥാനമാണ് സുൽത്താനുൽ ഹിന്ദ്. ഇന്ത്യയുടെ രാജപദവി, സൽത്തനത്ത് ഹബീബായ മുത്തുനബി തങ്ങൾ നൽകിയത്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് ഖലീഫയുമായി ഒന്നാം സ്ഥാനത്ത് അറിയപ്പെട്ടിരുന്ന ബഹുമാനപ്പെട്ട ബാബ ഫരീദുദ്ദീൻ തങ്ങളുപ്പാപ്പ ബഹുമാനപ്പെട്ടവർ പറയുന്നു, 70 വർഷത്തോളം മുറിയാതെ പകല് മുഴുവനും നോമനുഷ്ഠിച്ച് രാത്രി ഉറക്കൊഴിഞ്ഞ് ഇബാദത്ത് ചെയ്ത് ഇശാ നിസ്കരിച്ച വുളൂ കൊണ്ട് സുബ്ഹി നിസ്കരിക്കുന്ന രീതിയിൽ അവിടുത്തെ ആത്മീയ ലോകത്തിന്റെ വെളിച്ചം 70 കൊല്ലത്തോളം മുറിയാതെ ജീവിച്ച ഒരനുഭവം ബഖ്തിയാർ കാക്കിദ് ദഹ്ലവിയുടെ ആ അനുഭവത്തിലൂടെയും അവിടുന്ന് കൊടുത്ത ഇൽമിലൂടെയും ബഹുമാനപ്പെട്ട ബാബ ഫരീദ് ഗഞ്ച് ശക്കർ എന്ന് പറയുന്ന മഹാനവറുകൾ പറഞ്ഞതായി കിതാബുകളിൽ കാണാം. ഓരോ ദിവസവും 2 ഖത്തം തീർത്തിരുന്ന ഖാജ മുഈനുദ്ദീൻ അൽ ജിസ്സി അൽ അജ്മീരി ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല എങ്ങനെയാണ് 2 ഖത്തം തീർത്തത് എന്നുള്ളത്. ചരിത്ര ലോകത്ത് ഒരുപാട് ഔലിയാക്കന്മാർ, ഇമാമുന ശാഫിഈ റഹ്മത്തുള്ളാഹി പോലോത്ത, ഗൗസുൽ ആലമിനെ പോലോത്ത മഹാന്മാരൊക്കെ ധാരാളമായി തീർത്തത് നമുക്ക് ചരിത്രത്തിൽ കാണാം. പക്ഷേ നമ്മളുടെ സാധാരണ അവസ്ഥയിൽ എങ്ങനെയാണ് നമുക്ക് ചിലപ്പോൾ കഴിയണമെന്നില്ല. അള്ളാഹു കൊടുക്കുന്ന സമയത്തിൽ കൊടുക്കുന്ന ബറക്കത്തും ഇബാദത്തിൽ കൊടുക്കുന്ന പ്രത്യേകമായ ഒരു തൗഫീഖും ലസ്സത്തുമാണ്
ആ വലിയ വലിയ അമലുകൾക്ക് കഴിയുന്നത് എന്നുള്ളത് സത്യമാണ്. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്ത് ഖാജാ തങ്ങൾ ഉപ്പാപ്പയുടെ ചില്ലറയല്ല. ചരിത്രങ്ങളിലൊക്കെ കാണാം, തങ്ങളുപ്പാ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരു റൗളയിൽ ചെന്നാൽ ഹബീബായ തങ്ങളുമായി നേരിട്ട് മുനാജാത്ത് നടത്തുന്നത് എത്ര മഹാന്മാരാ കണ്ടത്. നേരിട്ട് അവിടുന്ന് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ ജദ്ദി യാ റസൂലല്ലാഹ് എന്നവിടുന്ന് ഒരു സലാം പറഞ്ഞാൽ റൗള ശരീഫിൽ നിന്നും വഅലൈക്കുസ്സലാം യാ ഖുത്ബൽ മശായിഖ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് മടക്കുന്നത് എത്ര ആളുകളാ കേട്ടത്. അവിടുത്തെ ജീവിതത്തിൽ അതൊരു നിത്യമായിരുന്നു. ഹബീബായ തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹയാത്തി ഖൈറുൽ ലക്കും വമമാതി ഖൈറുൽ ലക്കും. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റൗള ശരീഫിൽ നിന്ന് തരേണ്ടത് മുഴുവനും തരാൻ അല്ലാഹു തആല മഹാനായ അല്ലാഹു തആല മുത്തുനബി തങ്ങൾക്ക് കൊടുത്ത കഴിവാണ്, ചില്ലറയല്ല. ഖാജാ മുഈനുദ്ദീൻ ജിസ്സീൽ അജ്മീരി തങ്ങൾ 70 വർഷത്തോളമുള്ള പകൽ മുഴുവനുമുള്ള നോമ്പ്, രാത്രിയിലുള്ള ഇബാദത്ത്, ഇശാ നിസ്കരിച്ച വളു കൊണ്ട് സുബ്ഹി നിസ്കരിക്കുന്ന ഒരു പതിവ് മാത്രവുമല്ല, 2 ഖത്തം ഓതിയിട്ടുള്ള ജീവിതം. അത് മാത്രവുമല്ല, ആ കാലയളവിൽ അത്യാവശ്യത്തിനല്ലാതെ ദായിമുൽ വളു ആയിരുന്നു 70 കൊല്ലത്തോളം. എപ്പോഴാണോ വളു പോകുന്നത് അപ്പോൾ തന്നെ വളു എടുക്കുന്ന ഒരു പതിവ് ബഹുമാനപ്പെട്ട ഖാജാ തങ്ങൾ ഉപ്പാപ്പക്കുണ്ടായിരുന്നു എന്ന് അവിടുത്തെ ഖലീഫമാർ നമുക്ക് പറഞ്ഞു തരികയാണ്. വെറുതെയാണോ ഇന്ത്യ രാജ്യത്ത് വന്നിട്ട് അവിടുത്തെ കുറഞ്ഞ കാലത്തുള്ള ദഅവത്തിലൂടെ ഇസ്ലാമിലേക്ക്, സത്യത്തിന്റെ വഴിയിലേക്ക്, സൽപാന്താവിലേക്ക് കടന്നു വന്നത് നൂറുകണക്കിന് ആളുകളല്ല, ആയിരക്കണക്കിനല്ല, വെറും ലക്ഷക്കണക്കിനല്ല, സുബ്ഹാനല്ലാഹ് 1 കോടിയോളം എന്ന് പറഞ്ഞാൽ തെറ്റാവില്ല പോലും. അത്രയും ആളുകളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്ന ഉമ്മത്തെ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിൽ ഇതുപോലെയുള്ളൊരു മഹാൻ എവിടെയുണ്ട്? ഇന്ന് മദീന മുനവ്വറയിലുള്ള ജനബാഹുല്യത്തിന്റെ തിരക്ക്, സിയാറത്തിന്റെ തിരക്ക്, ആ തിരക്ക് കഴിച്ചാൽ ലോകാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്ന ഒരു മസാറ് ലോകത്ത് കാണിക്കാൻ കഴിയുമെങ്കിൽ അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സയ്യിദി വസുൽത്താനി വസുൽത്താനുൽ ഹിന്ദ് ഖാജാ മുഈനുദ്ദീൻ ജിസ്സീൽ അജ്മീരി തങ്ങൾ. അവിടെ പോകാത്തവർ പോകണം, അറിയാത്തവർ അറിയണം, അവിടെ പോകുന്നവർ അറിയണം. അത് സുൽത്താനുൽ ഹിന്ദാണ്. നമ്മളുടെ രാജാവ് മാത്രമല്ല, ഇന്ത്യയിലുള്ള സകലമാന ആളുകളുടെയും സൽത്തനത്തിന്റെ അധികാരം മലിക്, ആ മുൽക്കിയത്ത് അല്ലാഹു തആല കൊടുത്തത് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പ്രഖ്യാപിച്ചത് ഇവിടെ ഔലിയാക്കന്മാരും ആരിഫീങ്ങളും ആലിമീങ്ങളും നമ്മളെ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് തന്നെ എല്ലാ വിഭാഗങ്ങളും അവിടെ വരുന്നുണ്ട്, എല്ലാ ജാതിയിലുള്ളവരും അവിടെ വരുന്നുണ്ട്, ഏത് കൂട്ടത്തിലുള്ളവരും അവിടെ വരുന്നുണ്ട്. അവരുടെ ഡ്രസ്സിങ്ങിൽ അവർ വരുന്നു, അവരുടെ വേഷത്തിൽ വരുന്നു, അവരുടെ രൂപത്തിലും ആശയത്തിലും ഒക്കെ അവർ വരുന്നുണ്ടെങ്കിലും ഖാജാ തങ്ങൾ ഉപ്പാപ്പയുടെ ഹളറത്തിലെത്തുമ്പോൾ അവിടുത്തോട് കാണിക്കുന്ന ഭവ്യതയും ആ ഒരു ബഹുമാനവും ആ ഒരു ആദരവും ചില്ലറയല്ല. അവിടെ ചെന്നാൽ കൺകുളിർക്കെ കാണേണ്ടവർക്ക് അത് കാണാൻ കഴിയുന്നതാ. അതുകൊണ്ട് തന്നെയാണ് അവിടെ ഏതൊരു ആള് പോയാലും നമ്മളോട് ഉസ്താദുമാരെ പറയാറുണ്ട്, നിങ്ങൾ എന്തിനാണോ അവിടെ പോകുന്നത്? ആ ഖാജാ തങ്ങളോട് അവിടുന്ന് തവസ്സുൽ ചെയ്ത് ചോദിച്ചാൽ അത് ലഭിക്കാതിരിക്കില്ല, ഉറപ്പാണ്. ഖാജാ തങ്ങൾ ഉപ്പാപ്പയോട് ചോദിക്കുന്നത് എങ്ങനെ ചോദിച്ചാലും അവിടുന്ന് കിട്ടുന്നതാണ്. അവിടെ സാധാരണ ഉസ്താദുമാർ പറയുന്ന ചില സ്ഥലങ്ങളുണ്ട്. ഖാജാ തങ്ങൾ ഉപ്പാപ്പയുടെ ആ തിരു റൗള ശരീഫിന്റെ തലയുടെ ഭാഗം ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മഹബ്ബത്തിൽ ചാലിച്ച് ലയിച്ച് ഇഷ്കിന്റെ കമാലും മുക്കമ്മലും അക്മലുമായി ജീവിച്ച ഖാജാ തങ്ങളുടെ വഫാത്തിന് ശേഷം അവിടുത്തെ ശർഫാക്കപ്പെട്ട തിരുനെറ്റിത്തടത്തില് ഹാദാ ഹബീബുല്ലാഹ് മാത ഫീ ഹുബ്ബില്ലാഹ് ഇത് ഉല്ലേഖനം ചെയ്യപ്പെട്ടു.
ഉല്ലേഖനം ചെയ്യപ്പെട്ടു. കാണുന്നവർക്ക് കാണാൻ കഴിയുന്ന രീതിയിൽ, എല്ലാവർക്കും ദർശിക്കാൻ പറ്റുന്ന രീതിയിൽ ബഹുമാനപ്പെട്ടവർ വഫാത്തായി കിടക്കുമ്പോൾ അതാ അവിടുത്തെ നെറ്റിത്തടത്തിൽ റാഹത്തായി വായിക്കാൻ കഴിയുന്ന രീതിയിൽ അറബിയിൽ എഴുതിയിരിക്കുന്നു ഹബീബുല്ലാഹ് മാത ഫീ ഹുബ്ബില്ലാഹ്. ഇന്നും ആ ഒരു വചനം അവിടുത്തെ ശറഫാക്കപ്പെട്ട ആ റൗള ശരീഫിയുടെ തലവയുടെ ഭാഗത്ത്, നേരെ വടക്ക് തലയുടെ ഭാഗത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം വടക്ക് ഭാഗത്തൊരു പള്ളിയുണ്ട്, ചന്ദനപ്പള്ളി എന്നാ പറയുന്നത്. ആ പള്ളിയുടെ അവിടെ ചുമരിന്റെ മുകളിൽ അവിടെ എഴുതിയത് കാണാം ഹാദാ ഹബീബുല്ലാഹ് മാത ഫീ ഹുബ്ബില്ലാഹ്. ആ സ്ഥലത്ത് ചെന്ന് ദുആ ചെയ്യുന്നത് ഒരുപാട് ഉസ്താദുമാർ നമുക്ക് പറഞ്ഞു തരുന്നു. ഔലിയാക്കന്മാരും മഹാന്മാരും ഒക്കെ അവിടുത്തോട് തവസ്സുല് ചെയ്ത് ദുആ ചെയ്തിരുന്ന ഒരു കേന്ദ്രം, ഒരു സ്ഥലം അതായിരുന്നു. തീരുന്നില്ല, അവിടുന്ന് ഇബാദത്ത് ചെയ്തിരുന്ന ഒരു സ്ഥലം ജന്നത്തെ ദർവാസ. ഇന്നും കൊല്ലത്തിൽ 2 തവണ തുറക്കുന്നു. അത് ആ ജന്നത്തെ ദർവാസ ഇജാബത്ത് കിട്ടുന്ന ഒരു സ്ഥലമായി കാണിക്കപ്പെടും. അല്ല, ഉസ്താദുമാർ പഠിപ്പിക്കുന്നു നമ്മളെ. ആ ജന്നത്തെ ദർവാസയുടെ മുകളിൽ വള്ളിയിൽ കൊത്തിവെച്ചത് കാണാം, ബിഹഖി ശൈഖ് ഉസ്മാനിൽ ഹാറൂനി മദദ് കുൻയാ മുഈനുദ്ദീൻ ജിസ്തി. ബഹുമാനപ്പെട്ടവരുടെ ശൈഖ്, അവിടുത്തെ മുറബ്ബി 20 വർഷത്തോളം ബഹുമാനപ്പെട്ടവര് ദീനിന്റെ വിഷയത്തിൽ ഉലൂമകൾ മുഴുവനും നേടി, ഹദീസിന്റെ പഠനങ്ങൾ മുഴുവനും പഠിച്ചു, ഖുർആൻ ഹിഫ്ലാക്കി, എല്ലാ തഫ്സീറുകളും മനഃപ്പാഠമാക്കി, ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിന്റെ വ്യാഖ്യാനങ്ങളുടെ പഠനങ്ങൾ പൂർത്തിയാക്കി. മഹാനവറുകളെ ഓസുല്ലാലം തങ്ങളും പാപ്പയുടെ ഉപദേശപ്രകാരം അവിടുന്ന് പറഞ്ഞയച്ചു ബഹുമാനപ്പെട്ട ഖാജാ ഉസ്മാനുൽ ഹാറൂനി തങ്ങളുടെ ചാരത്തേക്ക്, ഖുറാസാനിലേക്ക്. ഇതൊക്കെ പഠിച്ചതിന് ശേഷം ആത്മീയമായി വളരാൻ, അള്ളാഹുവിനെ അറിയാൻ, അള്ളാഹുവിലേക്ക് ലയിക്കാൻ, ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഇഷ്കിന്റെ ലോകം അതൊന്ന് വളർത്താൻ, നൂർ അത് നേടാൻ, നൂറുൻ അലാ നൂർ അത് നേടാൻ ബഹുമാനപ്പെട്ട മുഈനുദ്ദീൻ ജിസ്തിയിൽ തങ്ങള് പോകുന്നത് ഖുറാസാനിലെ ഉസ്മാനുൽ ഹാറൂനി എന്ന് പറയുന്ന ഖുത്ബുൽ അഖ്താബ് ഗൗസുല്ലാദമിന്റെ വലിയ വലിയ മർത്തബ എത്തിയ മഹാനവറുകളുടെ ചാരത്തേക്കാണ്. 20 വർഷത്തോളം ദിക്റിലും റിയാളയിലും ഇൽമിലും മഅരിഫത്തിലും ഇശ്ഖിലും മഹബ്ബത്തിലും ഖുശൂഇലും ഖുദൂഇലും തവാലുവിലും ഇബാദത്തിലുമായി ബഹുമാനപ്പെട്ടവർ ജീവിതം നയിച്ചപ്പോൾ അല്ലാഹ് ചില്ലറയല്ല അവിടുത്തെ വളർച്ച വന്നത്. തഫ്രീഉൽ ഖാതിറുൽ ഖനാം ഗൗസുല്ലാദം അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ പാപ്പ അങ്ങ് ബഗ്ദാദിലുള്ള ഖാൻഖായിൽ വെച്ചിട്ട് അല്ലാഹു തആലയുടെ അമ്രപ്രകാരം ബഹുമാനപ്പെട്ടവർ അവിടുന്ന് പ്രഖ്യാപിച്ചൊരു പ്രഖ്യാപനമുണ്ട്. എല്ലാ ഔലിയാക്കന്മാരുടെയും ചുമലിന് മുകളിലാണ് എന്റെ കാൽപാദം എന്ന പ്രഖ്യാപനം ബഹുമാനപ്പെട്ടവർ ഖദമി അലാ റഖബത്തിൽ ഔലിയാഇ തുറാ എന്ന് പറഞ്ഞുകൊണ്ടുള്ള അവിടുത്തെ പ്രഖ്യാപനം മുഹീദ്ദീൻ മാലിൽ കാണാം. എല്ലാ മശായിഖന്മാരുടെ തോളുമ്മൽ ഏകല്ലരുളാലെ എന്റെ കാലെന്നോവർ. അപ്പോൾ ഭൂമിയിലെ ശൈഖന്മാരെല്ലാരും അവർക്ക് തല താത്തി ചാച്ചി കൊടുത്തോവർ. ബഹുമാനപ്പെട്ട ഹാജാ തങ്ങൾ പാപ്പ അന്ന് ഖുറാസാനിലാണ്. ഖുറാസാൻ മലമടക്കുകളിൽ റിയാദയിലാണ്. കാണാം കിതാബുകളിൽ ബഹുമാനപ്പെട്ട ഓസുല്ലാദം തങ്ങളുടെ പ്രഖ്യാപനം വന്നപ്പോ അങ്ങ് ഉമ്മു ഉബൈദയിൽ വെച്ചുകൊണ്ട് സുൽത്താൻ ഓസുല്ലാദം ഖുത്ബുൽ അഖ്താബ് അശ്ശൈഖ് അഹ്മദുൽ കബീർ റിഫാഇ ഖദ്ദസല്ലാഹു സിർറഹുൽ അദീദ് തങ്ങൾ അടക്കമുള്ള ലോകത്തുള്ള മുഴുവൻ മശായിഖന്മാരും അനമിൻഹും ഞാനും അതിൽ പെട്ടിട്ടുണ്ട്, ഞാനും അതിൽ ആഗ്രഹിക്കുന്നു. എല്ലാ ഔലിയാക്കന്മാരും ഗൗസുല്ലാദം തങ്ങളുടെ ആ ഒരു വാക്കിന് ഉത്തരം കൊടുത്തപ്പോൾ ഖുറാസാനിൽ വെച്ച് ഈ ഒരു വാക്ക് എത്രയോ കിലോമീറ്ററുകൾക്കൊക്കെ അപ്പുറത്ത് ബഹുമാനപ്പെട്ട മുഈനുദ്ദീൻ തങ്ങൾ കറാമത്ത് മുഖേന കേൾക്കുകയാ. അള്ളാഹു കൊടുത്ത കഴിവിന് പരിധിയുണ്ടോ? ഇല്ല. ആരിവിടെ പരിധി നിശ്ചയിക്കാൻ? അല്ലാഹു തആല അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹു തആലാക്ക് കൊടുക്കാൻ കഴിവില്ലാത്തൊരു കഴിവോ? ഇല്ല, ഇല്ല. അല്ലാഹു തആലാക്ക് എല്ലാ കഴിവും കൊടുക്കാൻ കഴിവുള്ളവനാണ്. അല്ലാഹു സുബ്ഹാനഹു തആല
ഈ ദൂരദിക്കുകളുള്ളത് കേൾക്കാനുള്ള കഴിവ് മൊയ്ൻ തങ്ങൾ ഉപ്പാപ്പക്ക് കൊടുക്കുന്നു. അത് പറയാനും കേൾപ്പിക്കാനുമുള്ള കഴിവ് ഔസുല്ലാൽ തങ്ങൾ ഉപ്പാപ്പക്ക് അല്ലാഹു തആല കൊടുക്കുന്നു. ആ കൊടുത്തതനുസരിച്ച് ബഹുമാനപ്പെട്ട ഔസുല്ലാൽ തങ്ങളുടെ ഈ വാക്ക് മൊയ്ൻ തങ്ങൾ ഉപ്പാപ്പ കേട്ടപ്പോൾ എല്ലാവരും തല താഴ്ത്തി കൊടുത്ത് ചുമല് താഴ്ത്തി കൊടുത്തപ്പോ ഖാജാ മുഈനുദ്ദീൻ ജിസ്സീൽ അജ്മീരി തങ്ങള് ലാ ലാ, എന്റെ ചുമല് ഔസുല്ലാലമ ശൈഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളുടെ കാൽപാദം വെക്കാൻ എന്റെ ചുമല് താഴ്ത്താൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ബൽ അലാ റഅസി, ബൽ അലാ റഅസി, എന്റെ തലയുടെ മുകളിലാണ് അവിടുത്തെ കാൽപാദം വെക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നത്. ഖാജാ ഗരീബ നവാസ്, ഖാജാ ഗരീബ നവാസ്, ഖാജാ ഗരീബ നവാസ് ലോകം മുഴുവനും അറിയപ്പെടാൻ, ഇന്ത്യയുടെ രാജപദവി തന്നെ കൊടുക്കാൻ കാരണത്തിൽപ്പെട്ട ഒരു കാരണമായി ഈ ഒരു താഴ്മയുടെയും ഈ ഒരു വിനയത്തിന്റെയും ഉപ്പാപ്പയോടുള്ള മഹബത്തിന്റെയും ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബത്തിന്റെ വളർച്ചക്കുമുള്ള കാരണമായി ഇതിനെ മഹാന്മാർ എണ്ണുന്നത് കാണാം. നോക്ക് നിങ്ങള്, തങ്ങൾ ഉപ്പാപ്പ ഈ വിവരം അറിയുകയാണ്. ഖാജാ തങ്ങൾ ഉപ്പാപ്പ പിന്നീട് തങ്ങൾ ഉപ്പാപ്പയുടെ ഹളറത്തിലേക്ക് വന്നപ്പോൾ തങ്ങൾ ഉപ്പാപ്പ ഇന്ത്യയിലേക്ക് പോകേണ്ട വാർത്ത ആദ്യമായി അറിയിച്ചത് തങ്ങൾ ഉപ്പാപ്പയാണ്. പിന്നീട് അതിന്റെ പ്രാവർത്തികവും അതിന്റെ വഴിയും ഉറപ്പിക്കുന്നതും തുറക്കുന്നതും ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരിട്ട് പറയുമ്പോഴാണ്. മുത്തുനബി തങ്ങളുടെ ഓർഡർ ആദ്യമായി ആ വിവരം അറിയിക്കുന്നു. ആ സമയത്ത് തങ്ങൾ ഉപ്പാപ്പയോടുള്ള മഹബത്ത് കൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ഖാജാ തങ്ങൾ ഉപ്പാപ്പ ഞാൻ ഇവിടെ നേടിയും പോകുന്നില്ല, ഉദ്ദേശിക്കുന്നില്ല. ആത്തുനിൽ ഇറാഖ് കാണാൻ കിതാബിൽ ആത്തുനിൽ ഇറാഖ്, ഇറാഖിന്റെ അധികാരം തന്നേക്കൂ എനിക്ക്. തങ്ങൾ ഉപ്പാപ്പുള്ള സ്ഥലമല്ലേ, അപ്പൊ ഇവിടെ കൂടാമല്ലോ. ആ സമയത്ത് തങ്ങൾ ഉപ്പാപ്പ പറയുന്നു, ഖാൽ ഇന്നി അഅതൈതുഹു ശിഹാബദ്ദീൻ സുഹ്റവർദീൻ. ഇന്നും കാണാം ആത്മീയ ലോകത്ത് ഇറാഖിന്റെ അധികാരമുള്ളത് സുഹ്റവർദി തങ്ങൾക്കാണ്. സുഹ്റവർദി ത്വരീഖത്തിന്റെ ബാനി ബഹുമാനപ്പെട്ട ശിഹാബുദ്ദീൻ സുഹ്റവർദി ഖദ്ദസല്ലാഹു സിർറഹുൽ അദീദ് വഇന്നി അഅതൈതുകൽ ഹിന്ദ. അങ്ങനെയാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഓർഡർ എന്നറിയിച്ചപ്പോൾ അത് പിന്നീട് നേരിട്ട് ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറിയിച്ചു കൊടുക്കുകയാണ്. ആത്മീയ ലോകത്ത് ഇങ്ങനെ എന്തെല്ലാം നടക്കുന്നു, എന്തെല്ലാം സംഭവങ്ങളുണ്ടോ, ആ സംഭവങ്ങളൊക്കെ കേട്ടാൽ അൽഹംദുലില്ലാഹ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മുഅ്മിനീങ്ങൾക്ക് ഈമാൻ വർദ്ധിക്കുകയാണ്. സാദത്തുഹും ഈമാന, ഈമാൻ ഏറുകയാണ് അവരുടെ. എല്ലാത്തവർക്ക് വമുൽതഫത്തുൽ ലാ യസിൽ വമുശക്കികുൽ ലാ യുഫ്ലിഹ്, സംശയത്തോടെ ജീവിക്കുന്നവൻ, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കി ജീവിക്കുന്നവൻ എത്തേണ്ട സ്ഥലത്ത് എത്തൂല, വിജയിക്കേണ്ടതുപോലെ വിജയിക്കൂല, പരാജയത്തിലേക്ക് എത്തിപ്പോകും. അല്ലാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, അജ്മീർ ഖാജാ തങ്ങളുടെ ഹളറത്തിലേക്ക് പോകുമ്പോ ഉസ്താദുമാർ പറയുന്നത് കാണാം. ഉസ്മാനുൽ ഹാറൂനി തങ്ങൾക്ക് 70-ാമത്തെ പ്രായമായപ്പോൾ അവിടുന്ന് അല്ലാഹു തആല മശായിഖന്മാരിലൂടെ കൊടുത്ത ആയിരക്കണക്കിന് ഇജാസത്തുകള്, ഒരുപാട് ഖിലാഫത്തുകള്, ഇതെല്ലാം ആർക്ക് കൊടുക്കണം? ധാരാളം പരീക്ഷണങ്ങളിലൂടെയും ധാരാളം ബഹുമാനപ്പെട്ടവരുടെ റിയാല കൊടുത്തിട്ടുള്ള ആ പരീക്ഷയിലുമൊക്കെ 1ാം റാങ്ക് പോലെ വിജയിച്ച മുഈനുദ്ദീൻ ജിസ്സീൽ അജ്മീരി തങ്ങൾക്ക് കൊടുക്കാനുള്ള ഓർഡർ വന്നപ്പോൾ അവസാന സമയത്തുള്ള റിയാലയുടെ ഭാഗമായി ബഹുമാനപ്പെട്ടവർക്ക് കൊടുത്തത് കാണാം. ശൈഖ് ഉസ്മാനുൽ ഹാറൂനി തങ്ങളെ സ്വല്ലി റക്അത്തൈൻ. ഖാജാ തങ്ങളോട് പറയുന്നു, മുഈൻ നിങ്ങൾ പോയിട്ട് 2 റക്അത്ത് നിസ്കരിക്കണം. ആ 2 റക്അത്ത് അല്ലാഹുവിനെ മാത്രം അറിയുന്ന രീതിയിൽ, അല്ലാഹുവിനോട് മാത്രം മുനാജാത്ത് നടത്തുന്ന രീതിയിലുള്ള നിസ്കാരം പഠിപ്പിച്ച് ആ പഠിപ്പിച്ച നിസ്കാരം 2 റക്അത്ത് നിസ്കരിക്കണം. എങ്ങനെ? 1ാമത്തെ റക്അത്തിൽ ഫാത്തിഹ നിങ്ങൾ ഓതണം, 1000 ഖുൽ ഹുവല്ലാഹു അഹദ് ഇഖ്ലാസ് സൂറത്ത് ഓതണം. 2ാമത്തെ റക്അത്തിൽ 1000 ഫാത്തിഹ ഓതണം, 1 ഖുൽ ഹുവല്ലാഹു അഹദ് ഓതണം. മുഅ്മിനീങ്ങളെ, ഒന്ന് നിസ്കാരത്തിലല്ലാതെ ഒന്ന് ഓതി നോക്ക്, അപ്പോൾ അറിയാം അതിന്റെ ബുദ്ധിമുട്ട്.
അപ്പോൾ അറിയാം റിയാലയുടെ കടുപ്പം. 1000 ഫാത്തിഹ ഓതാൻ എത്ര മണിക്കൂർ വേണം? 1000 ഖുൽ ഹുവല്ലാഹു അഹദ് ചിലപ്പോൾ പെട്ടെന്ന് തീർന്നേക്കാം. ഫാത്തിഹ ചില്ലറയല്ല. ആ ഫാത്തിഹ 1000 വട്ടം ഓതുമ്പോഴും 1001 ഫാത്തിഹയും 1001 സൂറത്തുൽ ഇഖ്ലാസും അത് ഓതാൻ വേണ്ടി കൽപ്പിക്കുന്നത് എങ്ങനെയാ? റബ്ബിനോടുള്ള മുനാജാത്തിലാണ്. ഒരു സെക്കൻഡ് പോലും, ഒരു നിമിഷം പോലും അല്ലാഹ് അല്ലാഹ് ആ ചിന്തയിൽ നിന്നും മനസ്സ് മാറാതെ ശരീരത്തെ വെക്കേണ്ടതുപോലെ റബ്ബിന്റെ മുന്നിൽ വെച്ച് വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർദ്, ഈ ഒരു ആശയത്തിലേക്ക് മുഖത്തെയും ശരീരത്തെയും മനസ്സിനെയും തിരിച്ചുകൊണ്ട് അല്ലാഹ് ആ ഒരു നിസ്കാരം, ആ നിസ്കാരം കഴിഞ്ഞു വന്ന് എന്നിട്ടല്ലേ മുഈനുദ്ദീൻ ജിസ്സി തങ്ങൾ പാപ്പയോട് ഒന്ന് മുകളിലോട്ട് നോക്കുന്നു. സുബ്ഹാനല്ലാഹ്, മുകളിലോട്ട് നോക്കിയപ്പോൾ സാധാരണ കാണുന്ന ആകാശം അല്ലെങ്കിൽ സാധാരണ കാണുന്ന മേഘങ്ങള് അതല്ല ഇപ്പോൾ നോക്കുമ്പോൾ കാണുന്നത്. അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദിലേക്ക് നോക്കി 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 അല്ലാഹു അഹദ് അല്ലാഹു അഹദ് അല്ലാഹു സമദ് അല്ലാഹു സമദ് 1000 തവണ ചൊല്ലിയപ്പോ അല്ലാഹു തആല കണ്ണിന്റെ കണ്ണ് മാറ്റി ബസാറത്താകുന്ന വലിയ അത്ഭുത ദൃഷ്ടിയിലേക്ക് അല്ലാഹു തആല കാഴ്ചയെ മറിക്കുകയാ. പിന്നെ നോക്കുമ്പോൾ കാണുന്നത് 1-ാം ആകാശം, 2-ാം ആകാശം, 3-ാം ആകാശം, 4-ാം ആകാശം, അങ്ങ് കാണുന്നു സിദ്റത്തുൽ മുൻതഹ വരെ. ഇല്ലേ ഇതെല്ലാം സഞ്ചരിച്ച മഹാന്മാരത്തോരെ, ഇതെല്ലാം കണ്ട മഹാന്മാരത്തോരെ. ഒന്ന് താഴോട്ട് നോക്കൂ. മുഈനു ഹാജ തങ്ങളും പാപ്പയോട് ഉസ്മാനുൽ ഹാറൂനി തങ്ങളുടെ നിർദ്ദേശമാ. താഴോട്ട് നോക്കിയപ്പോൾ എന്താ കാണുന്നത്? ഞാൻ കാണുന്നു 7 ഭൂമിയും അതിന്റെ അപ്പുറത്തും കാണുന്നു ഞാൻ. അൽഹംദുലില്ലാഹ് ഖദ് വസൽത ഫീ മഖഅസി വവകൽത മഖഅദ സിദ്ഖ്, എത്തേണ്ട സ്ഥലത്ത് എത്തിയിരിക്കുന്നു മുഈനെ, എത്തേണ്ടടുത്ത് എത്തിയിരിക്കുന്നു മുഈനെ. അങ്ങനെയാണ് സ്വന്തമായി ദഅവത്തിന്റെ മേഖലയിലേക്ക്, ആത്മീയ ലോകത്തേക്ക്, തർബിയത്തിന്റെ ലോകത്തേക്ക് എത്തിയിരിക്കുന്നു മുഈനെ. ഇനി മറ്റുള്ളവരെ തർബിയത്ത് ചെയ്യാൻ തഹൂർ എന്ന് പറയുന്ന വലിയ മഹത്വത്തിലേക്ക് അങ്ങ് വളർന്നിരിക്കുന്നു. ഇതുവരെ താഹിറാണ്, ഇനി തഹൂറാണ്. മറ്റുള്ളവരെ ശുദ്ധിയാക്കാനുള്ള കഴിവിലേക്ക് മുഈനുദ്ദീൻ ജിസ്സി അജ്മീരി തങ്ങളുടെ വളർച്ച വ്യാപിച്ചു. അവിടുന്ന് ഇജാസത്തുകളും എല്ലാ ഹിർക്കകളും എല്ലാ സമ്മതങ്ങളും കൊടുക്കുകയാ. പിന്നീടാണ് ഖാജാ തങ്ങളും പാപ്പയുടെ ചലനം. പിന്നെയാണ് ഔലിയാക്കന്മാരിൽ വലിയ വലിയ കുത്തുബീങ്ങളെ സന്ദർശിച്ചുകൊണ്ടുള്ള ആ ഒരു യാത്ര. ഏതെല്ലാം രാജ്യങ്ങളിൽ, ഏതെല്ലാം മേഖലകളിൽ, ഏതൊക്കെ മഹാന്മാരിൽ അതിൽ പെടുന്നില്ലേ ഓസുല്ലാലങ്ങൾ പാപ്പ. എല്ലാ മഹാന്മാരെയും സന്ദർശിക്കുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിർദ്ദേശപ്രകാരം 40 മുരീദന്മാരോടുകൂടെ അജ്മീറിലേക്ക് വരികയാ നടന്നുകൊണ്ട്. സുബ്ഹാനല്ലാഹ്. പിന്നീടാണ് സംഭവങ്ങൾ നടക്കുന്നത്. ഏതായാലും ഇരിക്കട്ടെ, ആ അജ്മീർ ഖാജയുടെ ചാരത്ത് ചെന്നാൽ അവിടുത്തെ പടിഞ്ഞാറ് ഭാഗത്ത്, റൗള ഷരീഫയുടെ പടിഞ്ഞാറ് ഭാഗത്ത് കാണാം, അവിടെ ഒരു വലിയൊരു പള്ളിയുണ്ട്, ഷാജഹാൻ മസ്ജിദ്. ഷാജഹാൻ മസ്ജിദ് ഒന്ന് ചരിത്രം പഠിച്ചു നോക്ക്. മഖാമുകളിൽ ചെന്ന് മഹാന്മാരോട് തവസ്സുൽ ചെയ്ത് ചോദിച്ച് ഇജാബത്ത് കിട്ടിയതിന്റെ അടിയാളമായി ഷാജഹാൻ ചക്രവർത്തി അവിടെ നിർമ്മിച്ചു കൊടുത്തതാ. ഷാജഹാൻ പള്ളി എന്നുള്ളത് മാർബിളിനാൽ കൊത്തി നിർമ്മിക്കപ്പെട്ട പള്ളി. അവിടെ നിങ്ങളെ ഇരുമ്പിന്റെ തൂണില്ല, അവിടെ നിങ്ങളെ കോൺക്രീറ്റിന്റെ വാർപ്പില്ല. അവിടുത്തെ വാർപ്പ് അത് മാർബിളാണ്, അവിടുത്തെ തൂണുകള് അത് മാർബിളുകളാണ്, അവിടുത്തെ വരാന്തകള് മാർബിളുകളാണ്, അവിടുത്തെ ഫൗണ്ടേഷനുകള് മാർബിളുകളാണ്, അവിടുത്തെ ബെൽറ്റുകൾ മാർബിളുകളാണ്. മാർബിൾ അല്ലാത്ത ഒന്നുമില്ല. ഷാജഹാൻ പള്ളി ഒന്ന് പരിശോധിച്ചു നോക്ക് നിങ്ങൾ. അത്ഭുതങ്ങൾ നിറയുന്ന, അത്ഭുത പരമായ നിരക്കുള്ള ആ ഒരു പണിത്തരങ്ങളാണ് അവിടെയുള്ളത്. ആ ഷാജഹാൻ പള്ളിയുടെ മുറ്റത്ത് ഒന്ന് ചെന്നിരുന്ന് ഒന്ന് അവിടുത്തെ സർഫാക്കപ്പെട്ട ആ കുബ്ബത്തു ഷരീഫിലേക്ക് ഒന്ന് നോക്കിയാൽ എന്ത് റാഹത്തായി കാണും. ആ കുബ്ബ നോക്കിക്കൊണ്ടൊരു 1001 ഖുൽ ഹുവല്ലാഹു ഓതാൻ കഴിഞ്ഞാൽ ഉസ്താദുമാർ പറയുന്നു, നിങ്ങൾക്ക് തവസ്സുൽ ചെയ്യാൻ നല്ല ഒരു വഴിയാണത്. ആ കുബ്ബത്തു ഷരീഫിലേക്ക് നോക്കി
1001 ഖുൽ ഹുവല്ലാഹു അഹദ്. ചില ഉസ്താദുമാര് കണ്ണു ചിമ്മാതെ നിങ്ങൾ നോക്കിയിട്ട് എന്ന് പറഞ്ഞാൽ ഉറക്കൂങ്ങി പോകാതെ, അശ്രദ്ധയിലാകാതെ, മറ്റു സംസാരങ്ങളിൽ പെടാതെ തുടങ്ങിയാൽ തീരുന്നത് വരെ ഹാജാ തങ്ങളുപ്പാപ്പയുടെ ചാരത്ത് വെച്ച് നിങ്ങൾ ആ ഇഖ്ലാസ് സൂറത്ത് ഓതി തവസ്സുൽ ചെയ്ത് ദുആ ചെയ്താൽ ഇജാബത്ത് ഉറപ്പാണ്. അവിടെയുണ്ടൊരു പള്ളി, ഔലിയ മസ്ജിദ് എന്ന് പറയുന്ന പള്ളി. ഹാജാ തങ്ങളുപ്പാപ്പ നിസ്കരിച്ചു എന്നാണ് അതിന്റെ ചരിത്രം. അവിടെ ചെന്ന് നിസ്കരിക്കണം കഴിയുന്നവർ 2 റക്അത്ത്. ആ ഔലിയ മസ്ജിദ് ചെറിയ പള്ളിയാണ്. അതുപോലെ തന്നെ ഹാജാത്തങ്ങളുടെ വടക്ക് ഭാഗത്ത്, ഹാജാത്തങ്ങളുടെ മസാറിന്റെ തലയുടെ ഭാഗത്ത് വടക്ക് ഭാഗത്തുള്ള ഞാൻ നേരത്തെ പറഞ്ഞ ഉലുന്ദു മസ്ജിദ് എന്ന് പറയുന്ന ചന്ദനപ്പള്ളി, ആ ചന്ദനപ്പള്ളിയിൽ നിങ്ങൾ നിസ്കരിക്കാൻ ചെന്നാൽ നിങ്ങൾക്ക് അവിടെ ഒരു കാഴ്ച കാണാം. അവിടെയുള്ള ഇമാമ് സാധാരണ നിസ്കരിച്ചു കഴിഞ്ഞാൽ ദുആ ചെയ്യാൻ വേണ്ടി എന്ന് പറഞ്ഞുള്ള ആ ഒരു ദിക്റുകളും മറ്റൊക്കെ ചൊല്ലാനും ദുആ ചെയ്യാനും ഒക്കെ സാധാരണ ഇമാമിങ്ങൾ വലതുഭാഗത്തേക്ക് തിരിഞ്ഞിരിക്കാറുണ്ട്. പക്ഷേ അവിടെ ചെന്നാൽ ഇടതുഭാഗത്ത് തിരിഞ്ഞു കാണാം. എപ്പോഴും അവിടുത്തെ ഇമാമ് ഇടതുഭാഗത്താണ് തിരിഞ്ഞിരിക്കുന്നത്. എന്താ കാരണം? പാരമ്പര്യ ചരിത്രത്തിൽ മഹാന്മാർ അവിടെ പഠിപ്പിച്ച ഒരു വലിയ അദബിന്റെ പടമാണ്. അൽ അദബ് ഔലാ മിൻ മുറാത്തിൽ അഹ്കാം. കാണാം, അദബിന്റെ ആ ഒരു ഭയം, അദബ് പാലിക്കാനുള്ള ആ ഒരു വല്ലാത്ത ഒരു ഉസ്താദുമാർ പഠിപ്പിച്ചു കൊടുത്ത വല്ലാത്ത ഒരു ഇൽമിന്റെ ഒരു ആയമാണ് അവിടെ കാണുന്നത്. അവിടെ ഇമാമ് നേരിട്ട് വലതുഭാഗത്തേക്കാ തിരിഞ്ഞു നിന്നെങ്കിൽ ഇമാമിന്റെ പിൻവശം ഖാജാ തങ്ങളുപ്പാപ്പയെ കൊള്ളയായി പോകും. ചരിത്രത്തിൽ വലിയ പണ്ഡിതന്മാർ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരു റൗള ശരീഫിൽ വന്ന് ഇമാമത്ത് നിന്നിരുന്ന ഗതകാല ചരിത്രങ്ങളിലുള്ള ആ വലിയ വലിയ പണ്ഡിതന്മാരുടെ ചരിത്രത്തിൽ കാണാം. അവിടെ വലത്തോട്ട് തിരിഞ്ഞാൽ റൗള ശരീഫിന് പിന്നിടുന്നത് കൊണ്ട് ഇടതോട്ടായിരുന്നു തിരിഞ്ഞിരുന്നത്. ഇബ്നു ഹജർ തങ്ങളെ പോലത്തെ പണ്ഡിതന്മാർ ഇത് ചർച്ച ചെയ്ത് അതാണ് വേണ്ടത് എന്ന് മഹാന്മാർ പറയുന്നത് കാണാം. അതുപോലെ ഈ ചന്ദന പള്ളിയിൽ വലതുഭാഗത്ത് തിരിഞ്ഞിരുന്നാൽ പിൻവശം ഹാജാത്തങ്ങളെ കൊള്ളയായി പോകും. അതുകൊണ്ട് ഇടതുഭാഗത്താ തിരിയുന്നത് ഹാജാത്തങ്ങളെ കൊള്ളയാണ് അവിടുന്ന് മുഖം തിരിച്ചിരിക്കുന്നത് കാണുന്നത്. അതവിടുത്തെ വലിയ അദബാണ്. 3-ാമത്തെ പള്ളി. 4-ാമത്തെ അവിടെ ഒരു പള്ളിയുണ്ട്, അക്ബർ മസ്ജിദ്. അവിടെ ജുമ നടക്കുന്നുണ്ട്. 2 ജുമയാണ് അജ്മീറിലുള്ളത്. ഒന്ന് ഷാജഹാൻ പള്ളിയിലുള്ള വലിയ ജുമ. അത് സാധാരണ ഹനഫി മസ്ലക്ക് അനുസരിച്ച് അതിന്റെ സമയത്ത് തന്നെ നടക്കുന്നു. അത് കഴിഞ്ഞ് 1 മണിക്കൂറോളം കഴിഞ്ഞിട്ടാണ് അക്ബർ മസ്ജിദിലുള്ള ജുമ നടക്കുന്നത്. അവിടെയും ധാരാളം ആളുകൾ പങ്കെടുക്കുന്നു. ഒരേ സ്ഥലത്താണ് ഈ 2 ജുമയും നടക്കുന്നത്. അജ്മീറിൽ കാലങ്ങളായി നടന്നു വരികയാണ്. മുഅ്മിനീങ്ങളെ, അവിടെ പോകുമ്പോൾ ചരിത്രം പഠിക്കണം. ഹാജാ തങ്ങൾ പാപ്പയ്ക്ക് ഒരു പൊന്നോമന മകളുണ്ട്. അല്ലാഹ് ഹഫിള ജമാല, അത് വല്ലാത്തൊരു മകളാണ്. ഹാജാ തങ്ങൾ പാപ്പയുടെ പ്രിയപ്പെട്ട വ്യക്തിയിലൂടെ ആ വരുമ്പോൾ ഗർഭിണിയാകുന്ന സമയത്ത് ദിവസവും ഖുർആനുകൾ ഖത്മുകൾ തീർത്ത് പ്രസവിക്കുമ്പോഴേക്ക് 100 കണക്കിന് ഖത്മുകൾ തീർത്ത ഉമ്മ ആ ഖത്മു ഓതുന്നത് പള്ളയിൽ നിന്നും കേൾക്കുന്നു. കുട്ടി പുറത്തേക്ക് വരുമ്പോഴേക്ക് സുബ്ഹാനല്ലാഹ് സംസാരിക്കാൻ പാകമാകുമ്പോഴേക്കും ഖുർആൻ മനപ്പാടമായി ഓതുന്നു. ഹഫിള ജമാല. ബഹുമാനപ്പെട്ട ഹാജാ തങ്ങളുടെ ചാരത്തേക്ക് അവിടുത്തെ കാൽഭാഗത്തിലൂടെ പോകുന്ന സമയത്ത് നേരെ വലതുഭാഗം ഹാജാ തങ്ങൾ പാപ്പയുടെ റൗള ശരീഫിന്റെ തെക്ക് ഭാഗത്ത് കുറച്ച് കിഴക്കോട്ട് ചാഞ്ഞുകൊണ്ട് കാണാം ഒരു മക്ബറ. അവിടുത്തെ പ്രിയ മകളുടെ മക്ബറയാണ്. അവിടെ തൊട്ടടുത്ത് കാണാം ഹുസാമുദ്ദീൻ മകന്റെ മക്ബറ കാണാം. കുറച്ചങ്ങ് പോയാൽ 60ഓളം കിലോമീറ്റർ പോയാൽ ബാബ ഫഖറുദ്ദീൻ എന്ന് പറയുന്ന അവിടുത്തെ വലിയ ഖിലാഫത്തുള്ള വലിയ മകനാണ്. ആ മകന്റെയും മക്ബറ കുറച്ച് ദൂരെ കാണാൻ സൽവാർ എന്ന് പറയുന്ന സ്ഥലത്ത്. 3 മക്കളാണ് ബഹുമാനപ്പെട്ട ഹാജാ തങ്ങൾക്കുള്ളത്. 3 ആൺകുട്ടികളാണുള്ളത്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ തുടങ്ങിയ ഒരുപാട് ചരിത്രങ്ങൾ അജ്മീറിൽ ഇന്നും മറയാതെ മായാതെ കിടക്കുകയാണ്. പോകുന്നവർ അതിന്റെ ഒരു മലയുണ്ട് അവിടെ, താരാഘട്ട് എന്ന് പറയുന്ന സ്ഥലമാണ്. 10,000 കണക്കിന് ശുഹദാക്കളുടെ മക്ബറയുള്ള ഒരു വലിയ ഒരു മലയാണത്.
ആ മുകളില് ആയിരക്കണക്കിന് ഔലിയാക്കന്മാർ കിടക്കുന്നു. അവിടെ സിയാറത്തിന് പോകുന്നവരുണ്ട്. പക്ഷേ എല്ലാ സ്ഥലത്തും നാം മനസ്സിലാക്കണം, മഹാന്മാരുടെ ചാരത്ത് ജീവിക്കുന്നത് നമ്മളെ പോലോത്തവർ എന്തെങ്കിലും ചൂഷണം നടത്തിയാൽ അത് മഹാന്മാരുടെ അഡ്രസ്സിൽ കെട്ടിവെക്കുന്നത്, അത് വിധൈകൾക്ക് അത് ചൂട്ടുപിടിക്കു കൊടുക്കുക എന്നല്ലാതെ മറ്റൊന്നും അതിനെപ്പറ്റി പറയാനില്ല. ചൂഷണം നടത്തുന്നത് ആരാ? ദോഷികളും മറ്റുള്ള തെറ്റുകളും ചെയ്യുന്നവർ ഇത്തരത്തിന്റെ അധികാരത്തിലേക്ക് വന്നാൽ അവരെവിടെ ചെന്നാലും ചൂഷണം നടത്തും. അവർക്ക് ഏത് രാഷ്ട്രീയ അധികാരം കിട്ടിയാലും, ഏത് സംഘടനയുടെ അധികാരം കിട്ടിയാലും, ഏത് മക്ബറയുടെ അധികാരം കിട്ടിയാലും അവർ ചിലപ്പോൾ ചൂഷണം നടത്തിയേക്കാം. അത് മഹാന്മാരുടെ കേടല്ല, അത് അവരുടെ കേടാണ്. അല്ലാഹു തആല അത്തരം മുസീബത്തുകളിൽ നിന്ന് നമ്മളെയും നമ്മുടെ സമുദായത്തെയും അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. മുഅ്മിനീങ്ങളെ, ആ അജ്മീർ ഖാജാ തങ്ങളുപ്പാപ്പയെ പറ്റി അറിയണം. സമയമില്ല, ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നു, കൂടുതൽ പറയാൻ നേരമില്ലാത്തത് കൊണ്ടാ. ബഗ്ദാദിലൂടെ ഖാജാ തങ്ങളുപ്പാപ്പ ഒരിക്കൽ നടന്നു പോകുമ്പോ വലിയൊരു സംഘം ആളുകൾ ഇങ്ങനെ ഇരിക്കുന്നു. ഇരുന്നിട്ട് അവരെ ചുറ്റും ഇങ്ങനെ നടുവിൽ നോക്കുമ്പോൾ വലിയ തീക്കുണ്ടാരം. പടച്ചോനെ, ഇതെന്ത് വലിയ തീയാണ്. നോക്കുമ്പോൾ തീയിനെ ആരാധിക്കുന്നു അവരൊക്കെ. ഖാജാ തങ്ങൾ ചെന്ന് ചോദിച്ചു, നിങ്ങൾ എന്തിനെയാണ് ആരാധിക്കുന്നത്? ഞങ്ങൾ തീയിനെ ആരാധിക്കുന്നു. തീയിനെ ആരാണ് കത്തിക്കുന്നത്? ഞാൻ എന്നെ കത്തിക്കാണ്. അത് കെടാതെ സൂക്ഷിക്കുന്നവരാ, അത് ഞാൻ തന്നെയാണ്. എന്നാ ഇങ്ങനൊക്കെ നിങ്ങൾ അതിന് സേവനം ചെയ്താൽ, നിങ്ങൾ അതിന് പോയി തൊട്ടാൽ നിങ്ങൾക്ക് പൊള്ളുമോ? നിങ്ങൾ അതിൽ കയറിയാൽ നിങ്ങൾ മരിച്ചു പോകൂലേ? അപ്പൊ അവരെന്നാ, അതിന്റെ ത്വബഈയത്തല്ലേ, അത് തീന് ഉള്ള ഒരു പ്രകൃതിയല്ലേ? അപ്പം പറഞ്ഞു, ഇല്ല, തീന് ആ കഴിവ് കൊടുത്തവൻ അല്ലാഹുവാണ്. അല്ലാഹുവിനെ ആരാധിക്കേണ്ടത് ഒരു ആരാധിച്ചാൽ ആ ആരാധിച്ച മുഅ്മിനീങ്ങള് അവരുടെ കറാമത്താൽ നടന്നാൽ, ദിക്ർ ചൊല്ലി നടന്നാൽ ഒരു തീയും കരിക്കൂലാന്ന്. നിങ്ങൾ നടന്നു, നിങ്ങൾ ഈ തീയല്ലേ ആരാധിക്കുന്നത്? നിങ്ങൾ നടന്നു നോക്കതില്ലേ, കരിഞ്ഞു പോകും. അപ്പോ അവർ പറഞ്ഞു, ആഹാ, അങ്ങനെയാണെങ്കിൽ നീ ഒന്ന് നടക്ക്, അതൊന്ന് കാണണല്ലോ. നീ ആരാധിക്കുന്ന നിന്റെ റബ്ബിനെ പിടിച്ച് നീ ഒന്ന് നടക്കിതിലൂടെ. നിന്റെ റബ്ബാന്നല്ലേ പറയുന്നത് ഇതിന് കരിക്കാനുള്ള കഴിവ് കൊടുത്തത്. സുബ്ഹാനല്ലാഹ്. ഇതങ്ങ് പറഞ്ഞപ്പോൾ ഖാജാ തങ്ങളുപ്പാപ്പ, ഇത് നല്ലൊരു അവസരമാണ്, എത്രയോ ആളുകൾ അവിടെ ഹാജരായിട്ടുണ്ട്, അവരെ എല്ലാം സത്യത്തിന്റെ വഴിയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ചാൻസ് ആണ്. ഖാജാ തങ്ങളുപ്പാപ്പ കൂട്ടത്തിൽ ഒരു കുട്ടിയെ, ആ കുട്ടിയുടെ കയ്യിങ് പിടിക്കുന്നു, മോനെ നമുക്കൊന്ന് നടക്കാലോ എന്ന് പറഞ്ഞ് ഈ ആളുകളുടെ മുന്നിൽ നിന്നും അതാ ഒരായത്തങ്ങ് ഓതുകയാണ്. എന്താണ് ആയത്ത്? ഖുൽനാ യാ നാറു കൂനി ബർദം വസലാമൻ അലാ ഇബ്രാഹീം വഅറാദു ബിഹി കൈദൻ ഫജഅൽനാഹുമുൽ അഖ്സരീൻ. അല്ലാഹുവിന്റെ പരിശുദ്ധ കലാമാകുന്ന ഖുർആനു ശരീഫ്, അതിന്റെ ഈ ഒരു ആയത്ത് മാരിഫത്തിന്റെ ഉടമയിലേക്ക് കടന്നവർ ഖുർആൻ പാരായണം ചെയ്തു റബ്ബിലേക്ക് വിശ്വാലായ മഹാന്മാർ ഈ ആയത്തങ്ങ് ഓതിയിട്ട് ഒരു തീയിലേക്ക് അങ്ങ് നടന്നാൽ അള്ളാഹുവിന്റെ കാവൽ ആ മനുഷ്യന് നൽകുന്നു. ആ ശരീരം പിന്നെ തീ തൊടുന്നില്ല. ഖാജാ തങ്ങളുപ്പാപ്പ കുട്ടിയുടെ കൈപിടിച്ചങ്ങ് തീയിലേക്ക് അങ്ങ് ചവിട്ടുന്നു, തീയിലൂടെ നടക്കുന്നു. കുറച്ചു നേരം അതിലൂടെ നടന്നിങ്ങനെ കളിച്ചതാ. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ തീന്റെ പുറത്തേക്ക് ശരീരത്തിലിട്ട ഒരു വസ്ത്രത്തിന് പോലും തീ പടരാതെ ഖാജാ തങ്ങൾ പുറത്തേക്ക് വരുന്നു. അവിടെ കൂടിയവരൊക്കെ അത്ഭുതപ്പെടുന്നു. അവിടെ കൂടിയവർ മുഴുവനും സുബ്ഹാനല്ലാഹ്, എല്ലാരും കണ്ടപ്പോൾ ഫാസ്ലമു കുല്ലുഹും, അല്ലാഹ് എല്ലാരും സത്യത്തിന്റെ വഴിയിലേക്ക് വന്നുപോയി. എത്ര കറാമത്താ കാണിച്ചത്. ഖാജാ തങ്ങളോട് ഒരു ഉമ്മ വന്നിട്ട് പറഞ്ഞു, ഖാജാ തങ്ങളോട്, എന്റെ മോൻ മരിച്ചു പോയിരിക്കുന്നു, എനിക്ക് ആ ഒരു മോനുള്ളത്, ആ മോനാ മരിച്ചു പോയത്. പടച്ചോനെ, ഖാജാ തങ്ങളുപ്പാപ്പ ആ മയ്യത്തിന്റെ അടുക്കൽ ചെന്നിട്ട് കുംബിദിനില്ല, ഇത് ദഅവത്തിന്റെ മേഖലയാണ്. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിന്റെ ദീന് വളർത്താൻ, ദീന് പ്രചരിപ്പിക്കാൻ അവിടുത്തെ മുഅ്ജിസത്തിലൂടെ ഒരുപാട് സംഭവങ്ങൾ കാണിച്ചിട്ടുണ്ട്. അത് ഔലിയാക്കന്മാർക്ക് കാണിക്കാൻ അല്ലാഹു തആല അനുവാദം കൊടുത്തിട്ടുണ്ട്. ആ ഒരു കാഴ്ചയിൽ നിന്നുള്ള വലിയ വലിയ അത്ഭുതങ്ങൾ ബഹുമാനപ്പെട്ട ഖാജാ തങ്ങളുപ്പാപ്പ അതാ മയ്യത്തിന്റെ മുന്നിൽ വെച്ച് കാണിക്കുന്നു. കുംബി ഇതിനില്ല,
അള്ളാഹുവിന്റെ അനുമതിയോടെ എഴുന്നേൽക്കൂ. ആ കുട്ടി എഴുന്നേറ്റ് പോകുന്ന ചരിത്രം കിതാബുകളിൽ കാണാം. ഔലിയാക്കന്മാരുടെ ചരിത്രത്തിൽ എത്രയുണ്ട്. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദീന് അത് നടത്തേണ്ട ഉത്തരവാദിത്വം ആലിമീങ്ങളിലൂടെ ഔലിയാക്കന്മാരിലൂടെ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്നു. അത് ഖാജാ തങ്ങളാണ് നമ്മളുടെ രാജാവ്. ഇന്ത്യയുടെ രാജാവ് ഖാജാ തങ്ങളാണ്. ഖാജാ തങ്ങളുടെ സൽത്തനത്തിലല്ലാതെ ഒരു മഹാനെയും ഒരു മഹാനായി ഇന്ത്യയിൽ നിന്നും വളരാൻ സാധ്യതയില്ല. ഖാജാ തങ്ങളെ ഒരാള് നിസാരപ്പെടുത്തിക്കൊണ്ട് വിലായത്തിലേക്ക് കടക്കൂല. ഔലിയ എന്ന പദവി ഇന്ത്യയിൽ നിന്നൊരാൾക്ക് ഖാജാ തങ്ങളെ നിസാരപ്പെടുത്തിയിട്ട് കിട്ടുകയില്ല. മഹാന്മാർ കിതാബുകളിൽ രേഖപ്പെടുത്തിയതാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ഔലിയാക്കന്മാരുടെ തണലിലായി ആരിഫീങ്ങളുടെ പൊരുത്തത്തിലായി അല്ലാഹുവേ ഞങ്ങളെ ഇഖ്ലാസോടെ ദീനിന്റെ ഖാദിമീങ്ങളായി മരണം വരെ ഞങ്ങളെ ജീവിപ്പിക്കണേ അല്ലാ. മരണം വരെ ജീവിപ്പിക്കണേ അല്ലാ. ഇസ്സത്തുള്ള ജീവിതം, ആഫിയത്തുള്ള ജീവിതം ഞങ്ങൾക്ക് നീ തരണേ അല്ലാ.